ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ 3 സൂപ്പർ പവറുകൾ സ്വന്തമാക്കിയ ആദ്യത്തെ കണ്ടസ്റ്റന്റ് എന്ന ലേബൽ നൂറയ്ക്ക് സ്വന്തമായിരിക്കുകയാണ്. അതായത് കിരീട യുദ്ധം ടാസ്കിന്റെ നാലാമത്തേത് അതായത് അവസാനത്തെ റൗണ്ട് ഇന്ന് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു റൗണ്ടിൽ 2 ടീമുകൾ തമ്മിലാണ് മത്സരിക്കുന്നത്. ആദ്യത്തേത് ഒനിയലിന്റെ ടീമും രണ്ടാമത്തേത് നൂറയുടെ ടീമും. ആക്ടിവിറ്റി ഏരിയയിൽ ഒരു കയ്യകലത്തിൽ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ടാവും. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അതായത് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഇവർ ഇരിക്കണം. തൊപ്പി കീഴടക്കി ഹുക്കിലിടുക എന്നതാണ് ടാസ്ക്. അങ്ങനെ 2 റൗണ്ടുകൾ പിന്നിടുന്ന സമയത്ത് നൂറ വിജയിക്കുന്നു. ഈ 2 റൗണ്ടുകളും നൂറ വിജയിച്ചത് കൊണ്ട് തന്നെ മൂന്നാമത്തെ റൗണ്ടിന്റെ ആവശ്യകത അല്ലെങ്കിൽ ആ ഒരു പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ മൂന്നാമത്തെ റൗണ്ട് നടത്തുന്നില്ല. അങ്ങനെ നൂറയുടെ ടീമിൽ നൂറ, അബി, ബിന്നി തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നത്. വിജയിച്ച ടീമിനെ കാത്തിരിക്കുന്ന 3 സൂപ്പർ പവറുകൾ. ഒന്നാമത്തേത് 3 ആഴ്ചത്തേക്ക് നോമിനേഷൻ ഫ്രീ. രണ്ടാമത്തേത് ഒരാളെ ഡയറക്റ്റായി നോമിനേഷൻ ചെയ്യാം. 3 ആഴ്ചത്തേക്ക് ഒരാളെ ഡയറക്റ്റായിട്ട് നോമിനേഷൻ ചെയ്യാം. മൂന്നാമത്തേത് സൂപ്പർ ഫാമിലി പവർ. അതായത് ബിഗ് ബോസ് വീട്ടിലെ ഫാമിലി വീക്ക് വരുന്ന സമയത്ത് അവിടെയുള്ളൊരു പ്രസ്തുത കണ്ടസ്റ്റൻറ്റിൻ്റെ ഫാമിലിക്ക് ഒരാഴ്ച ബിഗ് ബോസ് വീട്ടിൽ സ്പെൻഡ് ചെയ്യാനുള്ളൊരു അവസരമാണ് ഈ ഒരു പവറിലൂടെ ലഭിക്കുന്നത്. ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് പറയുകയാണ്, നൂറയാണല്ലോ ക്യാപ്റ്റൻ, അതുകൊണ്ട് തന്നെ നൂറയ്ക്ക് വേണമെങ്കിൽ ഈ 3 സൂപ്പർ പവറുകളും ഒരുമിച്ചെടുക്കാം, അല്ലെങ്കിൽ നൂറയുടെ സ്വന്തം ഇഷ്ടപ്രകാരം 2 പേർക്കായി വീതിച്ചു കൊടുക്കാം എന്ന് പറയുന്നു. തക്ക സമയത്ത് തന്നെ നൂറ ഒരു ഗെയിം ചേഞ്ചർ എന്ന ഒരു നിലയിലേക്ക് മാറുകയാണ്. നൂറയുടെ മൈൻഡിലുള്ള ആ ഒരു സ്ട്രാറ്റജി സത്യത്തിൽ അവിടെ വർക്കൗട്ട് ആവുകയാണ്. അതായത് നൂറ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫാമിലി വീക്ക്, തൻ്റെ ഫാമിലി ആദിലയാണല്ലോ, അപ്പോൾ ആദില ബിഗ് ബോസ് വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഫാമിലി അല്ലെങ്കിൽ ആ ഒരു ഫാമിലി പവർ എന്നത് നൂറയ്ക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അത് ബിന്നിക്ക് കൊടുക്കുകയാണ്. മറ്റ് 2 പവറുകൾ 3 ആഴ്ചത്തേക്ക് നോമിനേഷൻ ഫ്രീയും ഒരാളെ ഡയറക്റ്റ്ലി നോമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു പവറും നൂറ സ്വന്തമാക്കുകയാണ്. ഈ 2 പവറും ഞാൻ മറ്റാർക്കും തരില്ല, ഇത് എനിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇമ്മ്യൂണിറ്റിയും ഒരാളെ ഡയറക്റ്റായിട്ട് നോമിനേഷൻ ചെയ്യാമെന്നുള്ളൊരു പവറും നൂറ തന്നെ സ്വന്തമാക്കുകയാണ്. സത്യത്തിൽ നൂറ നല്ലൊരു ഗെയിമറാണ് എന്നുള്ളത് അന്ന് നെവിനെ പ്രൊവോക്ക് ചെയ്തിട്ട് നെവിൻ പുറത്തു പോയില്ല. ആ ഒരു പ്രൊവോക്കിംഗ് ഗെയിമിൽ തന്നെ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് നൂറ എന്നൊരു കണ്ടസ്റ്റൻറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ് എന്ന് തോന്നിയിട്ടുണ്ടാകും അല്ലേ. അത് തെളിയിക്കാനുള്ള മറ്റൊരു അവസരം കൂടി ഇന്ന് നൂറയ്ക്ക് വന്നെത്തിയിരിക്കുകയാണ്. അത് നൂറ വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യും. ഒരുപക്ഷെ അഭിലാഷും നൂറയും ബിന്നിയുമാണ് ഒരു ടീം. അതുകൊണ്ട് തന്നെ അഭിലാഷൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു പവർ തനിക്ക് തരും എന്നുള്ളത്. പക്ഷേ നൂറ അവശ്യഘട്ടത്തിൽ തനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു പവർ നൂറ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. മേ ബി ഇനി ബിന്നി ഒരുപക്ഷെ ഫാമിലി വീക്ക് വരുന്ന സമയത്ത് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ബിന്നി എവിക്റ്റായി പോകുന്ന സമയത്ത് ബിന്നിയുടെ ഇഷ്ടപ്രകാരം മറ്റാർക്ക് വേണമെങ്കിലും ആ ഒരു പവർ കൊടുക്കാനുള്ള ഒരു അവസരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും നൂറ ഏകദേശം ഈ ആഴ്ച കഴിയുന്നതോടുകൂടി നൂറ ഏകദേശം സേഫായി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നൂറ നല്ലൊരു ഗെയിമറാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാനും അല്ലെങ്കിൽ ടാസ്കുകൾ ചെയ്യാനും ഒക്കെയുള്ള കഴിവുള്ളൊരു ഗെയിമറാണ്. പക്ഷെ ചില സമയത്ത് നൂറ ഒന്ന് പതുങ്ങി പോകുന്നതായിട്ട് പല സമയത്തും നമുക്ക് തോന്നാറുമുണ്ട്. എന്തായാലും നല്ലൊരു പവർ തന്നെ നൂറയ്ക്ക് സ്വന്തമായി കിട്ടിയിരിക്കുകയാണ്. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കുറിച്ചെത്തായിരിക്കും.